പക്ഷെ നമ്മളിപ്പോൾ 4-ാം തീയതി മുന്നിൽ കണ്ടുകൊണ്ടാണ് അടിയന്തരമായി നേരത്തെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ നേതാക്കളായിട്ടുള്ള ആളുകൾ പഞ്ചായത്തുകാരല്ല, തിരുവള്ളൂർ പഞ്ചായത്തുകാരല്ല. ഇപ്പൊ ഈ 19 അടിയാണ് മൃഗീയമായ അടിയാൽ അതൊരു പരിക്കിന്റെ രൂപത്തിലേക്ക് മാറി. നമ്മളെ ലീഗിന്റെ വീടുകളിൽ റെയ്ഡ് നടക്കുമ്പോൾ നമ്മളേതെങ്കിലും സഹാക്കളോ നമ്മുടെ ബന്ധുക്കളോ ആരും പോകുന്നില്ലല്ലോ. തിരുവള്ളൂർ ചാനിയംകടവിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച UDF നിലപാട് അപലപനീയമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് LV രാമകൃഷ്ണൻ. നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള നീക്കത്തെ UDF എതിർക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്നും നേതാക്കൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ തിരുവള്ളൂർ ചാനിയംകടവ് പ്രദേശത്ത് ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ആ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ 20-ാം തീയതി വടകര CAയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ലീഗിനെയും അതുപോലെ തന്നെ CPMലെയും തിരുവള്ളൂർ രാഷ്ട്രീയ നേതൃത്വത്തെ ഒരു ഉഭയകക്ഷി എന്ന രീതിയിൽ നമ്മൾ വിളിച്ചു ചേർക്കുകയും പ്രശ്നങ്ങൾ വ്യാപിപ്പിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. രണ്ട് കക്ഷികളും സംഭവത്തെക്കുറിച്ച് പറയുകയും അതെല്ലാം കേട്ടതിന് ശേഷം പോലീസ് അതിൽ കാര്യമായി ആക്ട് ചെയ്യണമെന്നുള്ളതും അതോടൊപ്പം തന്നെ പ്രധാനമായും രണ്ട് കക്ഷികളെന്ന നിലയിൽ അവരെ സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തണമെന്നുള്ളതാണ് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ നമുക്കതിന് ശേഷം ഒരു സർവകക്ഷി നിലക്ക് ഒരു യോഗം ചേരാം എന്ന തരത്തിലേക്കുള്ള തീരുമാനവും ആ യോഗത്തിനകത്ത് എടുത്തിരുന്നു. പക്ഷെ പിന്നീട് ആ 19-ന് ശേഷം പിന്നീട് ഇരു കക്ഷികൾ തമ്മിലുള്ള സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ അവിടെ നടന്നിരുന്നില്ല. പോലീസ് പ്രതികളെ കണ്ടെത്താനുള്ള റെയ്ഡ് നടക്കുകയും പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലുള്ള, പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കീഴ്പയ്യൂർ ആ ഭാഗത്തുള്ള ഈ യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വം അവിടെ വന്ന് അവരുടെ ഈ പോലീസ് അന്വേഷണത്തെ തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തി. അതുപോലെ തന്നെ അതിന് ശേഷം പിന്നീട് മറ്റു പ്രശ്നങ്ങളുണ്ടായില്ല. വലിയ വാർത്തകളായി സ്റ്റേറ്റ് ലെവൽ ന്യൂസാക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവർ സ്വീകരിച്ചു. എന്തിനായാലും പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്കും പഞ്ചായത്ത് ഭരണസമിതി നിലയിലും ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന തരത്തിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ 11 മണിക്ക് സർവകക്ഷി യോഗം വിളിക്കാൻ വേണ്ടി ഇന്നലെ നമ്മൾ വിവരം കൊടുത്തു. എല്ലാ കക്ഷികൾക്കും വിവരം കൊടുത്തിരുന്നു. ഈ LDFനകത്തുള്ള ഘടകകക്ഷികൾക്കും അതുപോലെ തന്നെ UDFൽ പ്രധാനമായും കോൺഗ്രസും ലീഗുമാണ് അവിടെ ഉള്ളത്. അവർക്ക് നമ്മൾ വിവരം കൊടുത്തിരുന്നു. പക്ഷെ ഇന്ന് 11 മണിക്ക് ആ യോഗം ചേരുന്ന സമയത്ത് ഈ ലീഗിൻ്റെ പ്രതിനിധികളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധികളും ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് അതൊരു ശരിയായ നിലപാടല്ല എന്നാണ് ആ യോഗം വിലയിരുത്തിയത്. കാരണം സമാധാന അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് ഒരു സാഹചര്യത്തിൽ വളരെ ഉത്തരവാദപ്പെട്ട പാർട്ടി എന്ന നിലയിൽ ലീഗും കോൺഗ്രസും അതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അത് പങ്കെടുക്കാത്തത് അപലപനീയമായിട്ടാണ് ആ യോഗം കണ്ടിട്ടുള്ളത്. ഇതിനെ തുടർന്നവർ ആ സമാധാന അന്തരീക്ഷവുമായി അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അവർ പങ്കെടുക്കുന്നതാണ് കാണുന്നത്. പക്ഷെ ആ ഒരു നിലപാട് ശരിയല്ല. നമ്മൾ നാളെയും പ്രശ്നത്തിൽ ഇരിക്കേണ്ടതാണ്. തിരുവള്ളൂരിൻ്റെയൊക്കെ ഒരു ചരിത്രം എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുകയും ആ സംഭവത്തിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ഒരു സമൂഹമാണ് തിരുവള്ളൂരിനകത്തുണ്ടായിട്ടുള്ളത്. ആ കാര്യങ്ങളിലെല്ലാം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം വളരെ പക്വതയോടുകൂടി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ ആ യോഗത്തിൽ അവർ പങ്കെടുക്കാതിരുന്നത് ഒരു നമ്മുടെ സമാധാന അന്തരീക്ഷത്തിന് മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സം നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ വാർത്ത എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സർവകക്ഷി തീരുമാനം ഏറ്റവും പ്രധാനമായി സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മെയ് 4-ാം തീയതി റിസൾട്ട് വരുന്നതാണ്. ആ റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനുള്ള തീരുമാനവും പോലീസോട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോലീസ് ഒരു പക്ഷത്തുള്ള പ്രതികളെയാണ് ഇപ്പം അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളത്. മറുപക്ഷത്തുള്ള പ്രതികളെ ഹാജരാക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. പോലീസോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ പ്രതികളെ
അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ സമാധാന അന്തരീക്ഷത്തിന് പോലീസിൻ്റെ ഭാഗത്ത് നല്ല ജാഗ്രത ഉണ്ടാകണമെന്നും ആ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ലീഗ് CPM പ്രശ്നമല്ലേ നിലവില്? അതെ, അപ്പോ ഓൾറെഡി ഇപ്പൊ ഈ പറഞ്ഞ ഇതിൽ പങ്കെടുക്കാത്തടത്തോളം കാലം അവിടെ സമാധാനം ഉണ്ടാവുന്നല്ലോ. അത് തന്നെയാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത്. അത് തന്നെയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് പ്രധാനം. അങ്ങനെ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണ്? മാത്രമല്ല കോൺഗ്രസ് അതിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷെ ആദ്യം നമ്മൾ ഈ ഉഭയകക്ഷി ചർച്ച നടത്തി. ആ ചർച്ചയിൽ വളരെ പോസിറ്റീവായ രീതിയിലാണ് എല്ലാ രണ്ട് കക്ഷികളും ചർച്ച ചെയ്തത്. അതിനുശേഷം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുമില്ല. പക്ഷെ നമ്മളിപ്പോൾ 4-ാം തീയതി മുന്നിൽ കണ്ടുകൊണ്ടാണ് അടിയന്തരമായി നേരത്തെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ്. അതുകൂടി കാരണം ചേർത്ത് അത് പോലീസാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ പോലീസോട് പറഞ്ഞിട്ടുണ്ട്. ഈ അനിഷ്ട സംഭവവുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇവർ അവലംബിക്കുന്നത് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ തീരുമാനത്തെയാണ്. അതായത് പങ്കെടുക്കാത്ത അവരുടെ തീവ്രതയാണ്. അവർ പങ്കെടുക്കാത്ത അനിഷ്ട സംഭവങ്ങളെ അത് അപലപിച്ചിട്ടുണ്ട്. നേരത്തെ അപലപിച്ചാണ്. അത് അതിൻ്റെ എഴുതിയതിലുള്ള ചില പ്രശ്നങ്ങളായിരിക്കും. നേരത്തെ അത് നമ്മൾ എന്ത് ചെയ്യണം? അപലപിച്ചതാണ്. അപലപിച്ചിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ ഒരു യോഗത്തിലുള്ള തീരുമാനം. വരാത്തത് വളരെ പ്രധാനമാണ്. കാരണം അനിഷ്ട സംഭവം വളരെ പ്രധാനമാണ്. അതാണല്ലോ നേരത്തെ ഈ ആസ്പദമായിട്ടുള്ള കാരണം. അതാണല്ലോ അനിഷ്ട സംഭവം തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതാണ് നമ്മൾ 1-ാം ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്, നടത്തിയത്. പക്ഷെ അതിൻ്റെ തീരുമാനപ്രകാരമാണ് ഇന്നത്തെ യോഗം ചേർന്നത്. ഇന്നലെ അവർ ഒരു ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞത് ലീഗിൻ്റെ നേതാക്കന്മാരുമായി നമ്മൾ സംസാരിച്ചു നോക്കുമ്പോൾ അവർ വരും എന്ന തരത്തിലാണ് ഒരു അനുകൂലമായ രീതിയിലാണ് സംസാരിച്ചത്. വേറെ എതിർപ്പൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങളൊരു വിലയിരുത്തൽ കോൺഗ്രസ് ഇന്നലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾക്കൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. നമ്മളൊരു സമാധാനപരമായ അന്തരീക്ഷമല്ലേ, അത് നിങ്ങൾ ആലോചിച്ചോളൂ. എത്ര വേണം ആലോചിക്കുന്നതിനും കുഴപ്പമില്ല. ഈ യോഗത്തിൽ എന്തായാലും വരണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കോൺഗ്രസും അതിനുശേഷം എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മുകളിലായിരിക്കാം ഒരുപക്ഷെ വരാതെ. നമുക്കത് നമ്മളെ സംബന്ധിച്ച് അതല്ല പ്രശ്നം. നമുക്ക് സമാധാനത്തിന് പ്രധാനമായും നേതൃത്വം കൊടുക്കേണ്ട രണ്ട് കക്ഷികൾ പ്രധാനമായും ലീഗും CPM-ഉമാണ്. അപ്പോൾ ആ ലീഗ് വരാത്തതിനെ കുറിച്ചാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. കോൺഗ്രസും അതിൽ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അന്നത്തെ യോഗത്തിൽ പ്രതികളെ സെർച്ച് ചെയ്യാനുള്ള അധികാരം പൂർണ്ണമായും പോലീസോട് നമ്മൾ പറഞ്ഞതാണ്. മനസ്സിലാക്കിയെടുത്തോളം രാത്രി ഈ പ്രതികൾ അവർ സെർച്ച് നടത്തി. പക്ഷേ ആ സെർച്ച് നടത്തുമ്പോൾ അവരുടെ നേതൃത്വം വന്ന് അതൊരു വാർത്തയാക്കാനുള്ള ശ്രമം നടത്തി. അതിൻ്റെ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് അറിയില്ല. പക്ഷെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവൽ ന്യൂസാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിച്ചത്. കാരണം അവിടെ പ്രത്യേകിച്ചൊന്നുണ്ട്, അവിടെ പ്രതിയുണ്ട് എന്നുള്ള ഒരു അഭിപ്രായത്തിൻ്റെ പുറത്താണ് പോലീസ് പോകാൻ തയ്യാറായിട്ടുള്ളത്. BJP പ്രതികൾ ഇന്നത്തെ സർവകക്ഷി യോഗത്തിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ സന്ദേശയാത്രയൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു സന്ദേശയാത്ര ഇപ്പം നിൽക്കുന്നത് ആ ഒരു സെൻസിറ്റീവ് ഏരിയ ആണത്. ആ ഒരു സ്ഥലത്താണ് ഇപ്പം പ്രശ്നം നിൽക്കുന്നത്. നേരത്തെ അതിന് മുമ്പേയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ പറയും. നേരത്തെ കുറേ പ്രശ്നങ്ങൾ നടന്ന സ്ഥലമാണ്. പാർലമെന്റ് ഇലക്ഷനോടനുബന്ധിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റിയ ശ്രീജിത്തിന്റെ വീടിന് നേരെ ബോംബുണ്ടായിട്ടുണ്ട്. ഒരു പ്രകോപനവും ഇല്ലാതെ പാർലമെന്റ് ഇലക്ഷൻ. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ മേഖല എന്ന് പറഞ്ഞ ശാന്തിനഗർ മേഖലക്കകത്ത് അവിടെ നമ്മളെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാവും. ബോർഡ് പോസ്റ്ററൊക്കെ എടുത്തു മാറ്റി. ആ സ്ഥാനാർത്ഥി കൂടെ നമ്മളെ കുറഞ്ഞു. അപ്പോൾ മുന്നണി എന്ന നിലയ്ക്ക് തീരുമാനിച്ചു ബോർഡും കൂടി ഒന്ന് എടുത്തു മാറ്റട്ടെ, ഏതായാലും നമുക്ക് ജനങ്ങളെ സമീപിക്കാം. ആ രീതിയിൽ പ്രശ്നം വേണ്ട എന്ന നിലയ്ക്ക് ഇലക്ഷൻ സമയത്ത് അതങ്ങനെ പോയി. അതിനുശേഷം ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും നിയമസഭാ ഇലക്ഷൻ സമയത്ത് വീണ്ടും പ്രശ്നമുണ്ടായി. ഈ കൊടി ബോർഡ് അങ്ങനെയുള്ള ചില എടുത്തുമാറ്റപ്പെടുന്ന സ്ഥിതികളുണ്ടായി. അതിനൊക്കെ ശേഷം പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഒരു കോംപ്രമൈസ് സംഭാഷണം നടത്തി അത് അവസാനിപ്പിച്ചു. അതിനുശേഷമാണ് ഈ 19-ാം തീയതി രാത്രി ശ്രീജിത്ത് വിവാഹ വീട്ടിൽ നിന്ന് വരുമ്പോൾ ശ്രീജിത്തിനെ കുറേയേറെ പേർ ചേർന്ന് തടഞ്ഞു വെച്ച് വല്ലാത്ത മൃഗീയമായ രൂപത്തിലുള്ള മർദ്ദനമാണ് ഉണ്ടായത്. അദ്ദേഹത്തിനെ കണ്ട ആളുകൾക്കൊക്കെ അറിയാം, നല്ല പരിക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും 20-ാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ CA ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് യോഗം ചേർന്ന് സമാധാന നിരീക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു.
ആ തീരുമാനത്തിന് ശേഷമാണ് പോലീസ് ഈ പ്രതികളെ പിടിക്കാൻ ആവശ്യമായ നടപടിയായി ഇറങ്ങി തിരിച്ചത്. അപ്പം അങ്ങനെ ഇറക്കുമ്പോൾ പല വീടുകളിലും കയറിയിട്ടുണ്ട്. പക്ഷേ ആ ഇപ്പോൾ ചാനിങ്ങടവിലെ ഒരു ഇത് കയറിയപ്പോഴാണ് കുറച്ച് ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ യൂത്ത് രംഗത്തുള്ള നേതാക്കന്മാർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ആളുകളാണ് അവർ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ നേതാക്കളായിട്ടുള്ള ആളുകൾ പഞ്ചായത്തുകാരല്ല, ഈ തിരുവള്ളൂർ പഞ്ചായത്തുകാരല്ല, അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. ആ പഞ്ചായത്തിന് പുറത്തുള്ള ഒരു ലീഡർഷിപ്പ് വന്ന് അവിടെ ഇടപെടുകയും അവരാണ് ഈ പോലീസുമായി വാക്കേറ്റം ഉണ്ടാക്കുന്നത്. പക്ഷെ അത് വലിയ വാർത്തയായി തിരുവള്ളൂർ ആകെ വല്ലാത്തൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ന്യൂസായിട്ടാണ്, അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് ബേസിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് ഈ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ അടിയുടെ തുടക്കം ഇതിപ്പോ ഞങ്ങളിപ്പോ പറഞ്ഞ പ്രകാരം കണ്ടിന്യൂസ് ആയിട്ട് അടികൾ വരുന്നുണ്ടല്ലോ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നും പോയിട്ട് സദ്യയല്ല ഉണ്ടായത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളിലും മറ്റേ നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് അപ്പൊ പരിക്കുണ്ടായിട്ടില്ല. ഇപ്പൊ ഈ 19 അടിയാണ് മൃഗീയമായ അടിയാൽ അത് ഒരു പരിക്കിന്റെ രൂപത്തിലേക്ക് മാറി. ഇത് ആ പ്രദേശത്തിന്റെ പ്രത്യേകതയുണ്ട്. കാരണം മറ്റ് രാഷ്ട്രീയ സംഘടനകളെ പ്രവർത്തനം നടത്താൻ പറ്റാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കാത്ത രീതിയിലേക്ക് ഏകാധിപത്യപരമായ ഒരു സംഘടനാ സംവിധാനം അവിടെ ലീഗിനുണ്ട്. ഈ നെടുമ്പ്രം എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ മെമ്പർ ഈ പഞ്ചായത്ത് മത്സരിച്ചാണ്. ഒരു ബോർഡ് പോലും പിറ്റേ രാവിലെ അവിടെ ഉണ്ടാവില്ല, ഒരു പോസ്റ്റർ പോലും അവിടെ ഉണ്ടാവില്ല. ആ രീതിയിലേക്ക് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിനെയാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഒരു തുടർച്ചയല്ല, ഒരു മാസങ്ങളായിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത സ്ഥലത്താണ് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു യുവജന ഡിവൈഎഫ് പ്രവർത്തകനെ. അയാൾ ഒരു നാട്ടിലുള്ള ആളല്ല. അയാൾ ചങ്ങനാശ്ശേരി ഒരാളുകൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയും വിഷുവിന് നാട്ടിൽ വരികയും അതിൻ്റെ ഭാഗമായിട്ട് കല്യാണത്തിന് പോയിട്ട് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് മൃഗീയമായിട്ട് ഒരു 10-12 വരുന്ന ആളുകൾ ആക്രമിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സംഘർഷത്തിൻ്റെ തുടർച്ച ഉണ്ടാകല്ല, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആ പ്രദേശത്ത് CPM-ന്റെ ആളുകൾ ജീവിക്കാൻ പാടില്ല എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷമാണ് തുടർച്ച ഉണ്ടായ സംഗതികൾ ഉണ്ടാകുന്നത്. അവിടെയാണ് സ്പോട്ട്. ചാനികളോ നമ്മൾ പറയുന്നതാണ് ഈ കേന്ദ്രം ഈ മണൽപീടിയ എന്ന് പറയുന്നത് അത് ചാനിങ്ങളാണ് ആ പ്രദേശം. അവിടുന്ന് ആ മേലോട്ട് കയറുന്ന റോഡിൽ നിങ്ങൾ ചിലപ്പോൾ ഏരിയ അറിയായിരിക്കും. ആ ശാന്തിനഗർ റോഡിലേക്ക് പോകുന്ന ഭാഗത്താണ് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന സ്ഥലം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനും അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന പ്രശ്നം അപ്പോഴെ തന്നെ പരിഹരിക്കപ്പെട്ടു. പിന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർക്ക് ഇരിക്കുന്നവർ പിന്നെ ഇരിപ്പിടുണ്ടായിരുന്നു, അവിടെ ആ കയ്യൊഴിച്ചു. അതാണ് ആ സംഭവത്തിന് തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ പ്രചരണ പ്രവർത്തനങ്ങളിൽ അപ്പോൾ ഒരു ബോർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വിഷയമായി. ബോർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ചെറുപ്പക്കാരൻ്റെ വീട്ടിലെ അടുത്ത് നിങ്ങളറിയില്ല, നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലില്ല എന്നൊക്കെ ചോദിച്ചു ചെറിയ പ്രശ്നമുണ്ടായി. അന്ന് രാത്രി തന്നെ SIയും പിന്നെ പോലീസുകാരും CEO വന്നു. ഞങ്ങൾ ലീഗിൻ്റെയും അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികളൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് തീരുമാനിച്ച് സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസമൊക്കെ ചെറിയൊരു കശകശ ഉണ്ടാക്കുമെന്ന് ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ലീഡർഷിപ്പ് ഇടപെട്ട് പരിഹരിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ 19-ാം തീയതിയാണ് ഈ ശ്രീജിത്തിനടിക്കുന്നത്. അതാണ് ഇപ്പോൾ അവരുണ്ടായിരുന്ന തുടക്കം. അപ്പം പിന്നെ അത് ഞങ്ങൾ ആദ്യത്തെ ലീഗും CPM നടത്തി ഞങ്ങളെ ഉഭയകക്ഷി പോലീസ് വിളിച്ച് നടന്ന ആ യോഗത്തിൽ അവരത് അംഗീകരിച്ചതാണ്. അവരുടെ ഭാഗത്ത് ആ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രതികരണം എന്നാണ് പിന്നീടുള്ള ഈ സംഭവങ്ങൾ അടി നടന്നത്. യൂസ്ഫുൾ വരുന്നതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ ഈ ശ്രീജിത്തിനെ അടിച്ചത് ശ്രീജിത്ത് ഒരാളെങ്കിൽ കോൺട്രാക്ട് സൊസൈറ്റി ജോലിയാണ്, അവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിട്ടുള്ള ഒരാളല്ല. അയാൾ വിവാഹത്തിൽ പങ്കെടുത്ത് അന്ന് പോയൊരുത്തൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആ റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീട്ടിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ബൈക്ക് തടഞ്ഞെടുത്ത് അയാൾ ആക്രമിച്ചത്. അപ്പോൾ നമ്മൾ പൊതുവേ എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്താണ്. ഇപ്പോഴും ഈ ലീഗിന്റെ പ്രതികളെ പിടിച്ചില്ല. അപ്പം അവരെ പ്രതികളൊന്നും പിടിച്ചില്ല. ഞങ്ങൾ 3 പേരെ ഹാജരാക്കിയ പ്രദേശത്ത് അങ്ങനെ സമാധാനം ഉണ്ടാവണം. പോലീസുമായിട്ട് ചർച്ച നടത്തി ഞങ്ങളെ പ്രതികളെ ഹാജരാക്കി ഒരാളെ പോലീസ് പിടിക്കുകയും ചെയ്തു. അപ്പൊ അവരെ ഒരു കാരണമില്ല. ശ്രീജിത്ത് യഥാർത്ഥ ശ്രീജിത്ത് അവർ സജീവമായിട്ടുള്ള പാർട്ടി പ്രവർത്തനം പ്രവർത്തിക്കുന്ന ആളല്ല. ഒരു കാരണം എന്ന് പറയുന്നത് ശ്രീജിത്തിന്റെ ULCC വർക്ക് ചെയ്തിട്ട് ചങ്ങനാശ്ശേരിയുള്ള ആൾ അയാളവിടെ വന്ന ഈ ശ്രീജിത്തിന്റെ വീട്ടില് നേരത്തെ ഈ ശ്രീജിത്തിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളവിടെ നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു.
അയാളെ വീട്ടിൽ ഈ ഷാഫി പറമ്പിൽ ജയിച്ച ദിവസം പിന്നെ ഈ ഒരു ബോംബേറ് നടത്തിയിരുന്നു വീട്ടിൽ. യഥാർത്ഥത്തിൽ പടക്കം പോലും ഉപയോഗിക്കരുത് എന്ന് തീരുമാനിച്ച സർവകക്ഷി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളാരും തന്നെ പടക്കമൊന്നും ഉപയോഗിച്ചില്ല ആ പ്രദേശത്ത്. ആ സമയത്താണ് ഈ ശ്രീജിത്തിൻ്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞിട്ട് അതിൽ പ്രതിയായ ആളുകൾ പിന്നെ ജയിലിൽ കിടന്നിട്ടുണ്ട്. ചിലപ്പം അതിൻ്റെ വൈരാഗ്യം ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ശ്രീജിത്ത് ഇപ്പോഴത്തെ ഒരു സംഭവങ്ങളില്ല, ആ സംഭവങ്ങളിൽ ശ്രീജിത്തില്ല, അന്നും ശ്രീജിത്ത് ആ സ്ഥലത്തില്ല. പക്ഷെ കുഞ്ഞിക്കണ്ണനും കുഞ്ഞിക്കണ്ണൻ്റെ പിന്നെ ഭാര്യയുടെ മകൻ്റെ ഭാര്യയ്ക്കൊക്കെ കുട്ടികളൊക്കെ ഒരാളുണ്ടായിരുന്നു. ഒരു മാവിന് തട്ടിയിട്ട് ഇത് തെറിച്ചു പോയതാണ്. അതുപോലെ തന്നെ ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ അവിടെ ബോംബ് പിടിച്ചിട്ടുണ്ട് ഇവരുടെ ഒരു കേന്ദ്രത്തിൽ നിന്ന്. അപ്പം ഇതൊക്കെ കാണിക്കുന്ന ലീഗിന് പോലും ലീഗ് നേതൃത്വത്തിന് പോലും വഴങ്ങാത്ത ഒരു യൂത്ത് വിഭാഗം ആ പ്രദേശത്തുണ്ട്. അത് ആ പ്രദേശത്ത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഇവർ ഇറക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു വർഗീയ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷത്തിൽ ചേർന്നതല്ല. അതാണ് ഞങ്ങൾ ഇന്നത്തെ സർവകക്ഷി യോഗത്തിലും അത് പരാമർശിച്ചിട്ടുണ്ട്. അത് നേരത്തെ വിട്ടുപോയതാണ്. സർവകക്ഷി യോഗത്തിനകത്ത് നമ്മളെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും ഈ സംഭവത്തിന് ശേഷം ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകളും ചില ഫോട്ടോകളൊക്കെ ഉണ്ട്. അതൊരു കലുഷിതമായ സാമൂഹിക ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനുള്ള ബോധപൂർവമായ ഇടപെടലാണ്. ഫേക്ക് ഐഡിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് പുറത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ അതൊന്നും ഇതിൽ പക്ഷെ അവിടെ നിലവിൽ ഈ ബോംബ് കിട്ടിയെന്ന് പറയുന്നത് അപ്പൊ അത് ശരിക്കും ഈ പറഞ്ഞ ലീഗിന്റെ ഏരിയ ആണോ അല്ലെങ്കിൽ ശരിക്കും അത് ഒരു ബസ് സ്റ്റോപ്പ് ഡിവൈഎഫ്ഐന്റെ ബസ് സ്റ്റോപ്പിന്റെ ബാക്കിൽ നിന്നാണ് അപ്പൊ അന്ന് സമയത്ത് പറയുന്നത് അപ്പൊ അത് ഈ പറഞ്ഞ അവിടെ ആ ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ഡിവൈഎഫ്ഐന്റെ ആൾക്കാർക്ക് ഉള്ള സ്ഥലമാണ്. പക്ഷെ അതിന്റെ പിന്നിലൊക്കെ വേറെ ആരും ശക്തികളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ പോലീസിന്റെ കൈകാര്യം ചെയ്യേണ്ട വിഷയം. ഈ വിഷയം നടക്കുന്ന സമയത്ത് ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിന് ബന്ധപ്പെട്ട് റെയ്ഡ് ഉണ്ട്. അപ്പൊ അന്ന് ആ സമയത്ത് അവിടെ ഈ പറഞ്ഞ ലീഗിന്റെ എന്ന് പറയുന്ന ഒരു വലിയ ആള് വന്നിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് ഒഴിവായത്. ശരിക്ക് അന്ന് അവർ അവിടെ വരേണ്ട ഒരു ആവശ്യമില്ലാത്തത്. അത് ചെറിയ പോലീസിന്റെ ഭാഗത്തും ചില വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മളെ ലീഗിന്റെ വീടുകളിൽ റെയ്ഡ് നടക്കുമ്പോൾ നമ്മളേതെങ്കിലും സഹാക്കളോ നമ്മളെ ബന്ധുക്കളോ ആരും പോകുന്നില്ലല്ലോ. ഇത് കൃത്യമായിട്ട് പോലീസ് അവിടെ റെയ്ഡ് നടത്തുന്ന സമയത്ത് ലീഗിന്റെ ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ കയറിയിട്ട് പരുതുകയാണ്. ഇത് വളരെ കൃത്യമായിട്ട് നടന്നൊരു സംഭവമാണ്. അത് പോലീസ് സർവകക്ഷി യോഗത്തിനകത്ത് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു. ഇത് പ്രതിരോധിക്കപ്പെടുന്നത് ഈ പഞ്ചായത്തുകാരല്ല, പുറത്തുള്ള ആളുകളാണ് പ്രതിരോധിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോ അതിന്റെ പിന്നിലുള്ള ആലോചന ഗൂഢാലോചനയോ എന്താണ് അതിന്റെ ലക്ഷ്യം? അതാണ് നമ്മുടെ ചോദ്യത. അല്ല, പുറത്തുള്ള ടീമാണ്. വീട് പരിശോധിച്ചപ്പോൾ പോലീസിന്റെ കൂടെ തന്നെ ഒരു ലീഗിന്റെ സെർച്ച് ചെയ്തു. പാലപ്പാലിന്റെ വീട്ടിൽ അവിടെ പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അന്ന് രാവിലെ രണ്ടുപേരെ അവിടെ വന്നു ഈ സംഘർഷം നടക്കുന്ന സ്ഥലത്ത്. അപ്പൊ എന്താണ് അതിനകത്ത് എന്താണ് അവിടെ ഒരു കലാപ പോലെ പ്രശ്നം ഉണ്ടാകട്ടെ എന്ന നിലയിലാണ് ഒരു പയ്യനും അയാളുടെ കൂടി അവിടെ വന്നിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഈ പോലീസും ആളുകളൊക്കെ ഉള്ള സ്ഥിതിയിൽ. അപ്പൊ അതൊക്കെ വളരെ ബോധപൂർവം ചെയ്യുന്നതാണ്. നമ്മളാണ് അവരെ ഒഴിവാക്കി അയക്കുന്നത്. നേരത്തെ നടത്തിയിരുന്നു. നേരത്തെ നമ്മൾ നടത്തിയിരുന്നു. സിഐയും 4 സബ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള പോലീസുകാർ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെയും CPM-ന്റെയും 4 ലീഡേഴ്സ്, ലീഗിന്റെയും CPM-ന്റെയും 4 ലീഡേഴ്സ് പങ്കെടുത്തുകൊണ്ടുള്ള ഉഭയകക്ഷി ചർച്ച നടന്നതാണ്. ആ ചർച്ചയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിക്കുകയും ഇവരെല്ലാവരെയും വിവരം അറിയിക്കുകയും ചെയ്തത്. പ്രസിഡന്റ് നേരിട്ടാണ് വിളിച്ചത്. ആ യോഗത്തിലാണ് ഇന്ന് പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അപലപിക്കേണ്ടതാണെന്ന് പറയാൻ കാരണം തിരുവനന്തപുരം സംബന്ധിച്ച് 1995 വലിയൊരു കലാപം ഉണ്ടായിട്ടുണ്ട്. മൊത്തം ടൗണ് മൊത്തം കത്തിപ്പോയ ചരിത്രങ്ങൾക്കറിയാം. അതായത് രാഷ്ട്രീയ നേരെ മതത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടും സാമൂഹ്യ അന്തരീക്ഷത്തിലുള്ളവരുണ്ട്. അതാണ് അവിടെ ഉണ്ടാകുന്ന ഒരു കുഴപ്പം. അപ്പൊ അതിലേക്ക് എത്തരുത് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ കൃത്യമായിട്ട് സമാധാനം വിളിക്കാൻ തീരുമാനിച്ചതും ഇന്ന് ആ യോഗത്തിൽ നിന്ന് ഇവർ വിട്ടുവെക്കുകയും ചെയ്തു. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ബാക്കി ശക്തികൾ ശക്തമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ദുൽഖിഫിൽ ഉൾപ്പെടെ നിസ്ലബ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്നിട്ട് വീട്ടിൽ പോലീസുകാർ തെളിവ് പറയുന്ന വീഡിയോ നിങ്ങൾ ഞാനൊക്കെ കണ്ടതാണ്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ
ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നേതാക്കൾ വരും, ഇങ്ങനെയുള്ള സംഘർഷ സ്ഥലത്ത് നേതാക്കൾ വരും. വന്നു കഴിഞ്ഞാൽ നേതാക്കൾ ആ പ്രശ്നങ്ങൾ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാറ്. ഇതൊരു ആദ്യത്തെ അനുഭവം. ഇപ്പം ഈ ഫേസ്ബുക്ക് ഐഡിയിലൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക, ഫേസ്ബുക്കിലൊക്കെ ഫോണിലൊക്കെ ഇങ്ങനെ കാണുന്നില്ല വരുന്നത്. അത് നമ്മളെ നാടിന് തന്നെ അപമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. MLA അവിടെ സന്ദർശിച്ചിട്ടുണ്ടോ ഈ പ്രശ്നം നടന്ന സ്ഥലത്ത്? അതിനെ സ്ഥലത്ത് പോയിട്ട് ഇതിന്റെ മുന്നേ ഒരു ബോംബറിന്റെ കേസിൽ അന്ന് MLA അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം MLA തിരിഞ്ഞു നോക്കില്ല. ആണല്ലോ ഈ പ്രശ്നങ്ങൾ നടന്നു MLA വന്നു നോക്കില്ലെന്നാണ് അല്ല, അവരുന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ അന്ന് നമ്മൾ ലീഗും CPM തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടന്നല്ലോ. അതിൽ കോൺഗ്രസിനെ നമ്മൾ അറിയിച്ചില്ല എന്നുള്ളതാണ് ഒരു യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഒരു കാരണങ്ങൾ പറയുന്നത്. പക്ഷെ അത് LDFിലെ ഒരു കക്ഷി പോലും അതിൽ പങ്കെടുത്തിട്ടില്ല. ഉഭയകക്ഷി ചർച്ചയാണ്. അതിൽ LDFിനകത്തുള്ള ഇപ്പോൾ ഇരിക്കുന്ന ഒക്കെ LDFിൻ്റെ പ്രതികളാണ്. അത് CA വിളിച്ചിട്ട് CA എന്നോട് പറഞ്ഞിട്ട് ഞാനാണ് ഇവരൊക്കെ നമ്പർ കൊടുത്തത്. അപ്പം അതിൽ CPM പിന്നെ ലീഗ് മാത്രമാണ്. പക്ഷെ അതിൽ ശരിക്ക് പിന്നെ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ഒരു കക്ഷിനെയോ വിളിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ആ വാദം ഉന്നയിക്കുന്നതിൽ ഒരു ശരിയായ വാദം അല്ലത്. ആ വാദത്തിൻ്റെ പുറത്താണ് അവർ വരാതിരിക്കുന്നതാണ്. അവരെപ്പോലുള്ള ഉത്തരവാദപ്പെട്ട പാർട്ടി അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. കാരണം ഒന്ന് അപക്വമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്.